ദൈവവുമായി അഗാധമായ ബന്ധത്തിൽ ആയിരിക്കേണ്ടവനാണ് മനുഷ്യൻ. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അവന് മഹത്വം കൊടുക്കണം, ദൈവത്തെ ആരാധിക്കണം, അവിടുത്തോട് നന്ദി പറയണം, എന്നും ദൈവ ഐക്യത്തിൽ ജീവിക്കണം. അതിനുള്ള ഒരു സമയമാണ് നാഥനോടൊപ്പം. അവനെ സ്തുതിക്കാൻ, അവനെ മഹത്വപ്പെടുത്താൻ രാഗങ്ങളും താളങ്ങളും നമുക്കറിയാതെ പോകാം. ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ രാഗവും താളവുമാണ് പ്രകൃതി. ഇത് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ പ്രകൃതിയോടും പ്രപഞ്ചത്തോടും ചേർന്ന് നിന്ന് പ്രകൃതിയുടെ താളങ്ങളും പ്രകൃതി നൽകുന്ന സൗഖ്യങ്ങളും ഏറ്റുവാങ്ങി നമുക്ക് നമ്മുടെ ആത്മീയ യാത്ര തുടരാം. ആഹാരത്തിന് വേണ്ടി മാത്രമല്ല, രോഗങ്ങൾ സുഖപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള ഔഷധ സസ്യങ്ങളും ദൈവം ഈ പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം സ്വാർത്ഥതയുടെ പേരിൽ ഞാനും നിങ്ങളും ഇല്ലാതാക്കുകയാണ്. ആയിരക്കണക്കിന് സസ്യജീവജാലങ്ങളെ ഓരോ വർഷവും നാം നശിപ്പിക്കുന്നുണ്ട്. വരും തലമുറയ്ക്ക് അതിനെയൊന്നും കാണാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് നാം കൊണ്ടുവരികയാണ്. ഈ ജീവജാലങ്ങൾക്കും സൃഷ്ടവസ്തുക്കൾക്കും ഒന്നും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ സ്വാർത്ഥത ഞാൻ അവരെ കൊണ്ട് എത്തിക്കുന്നുണ്ട്, നശിപ്പിക്കുന്നത് വഴി. പ്രകൃതിയുടെ താളം തെറ്റിച്ചാൽ, പ്രകൃതിയുടെ രാഗം തെറ്റിച്ചാൽ ദൈവസ്തുതിയുടെ രാഗവും താളവും തെറ്റിപ്പോകും. ജീവിതത്തിൻ്റെ രാഗവും താളവും ശ്രുതിമധുരമായ സംഗീതവുമൊക്കെ നിലച്ചു പോകും. അത് വരരുത്. പ്രപഞ്ചത്തിൽ ഇതൾ വിരിയുന്ന ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുന്നത് ആത്മീയതയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഫ്രാൻസിസ് അസീസിയാണ്. ആ പിതാവിനോട് ചേർന്ന് നമുക്ക് ഈ സമയം ചിലവഴിക്കാം. ഒന്നിനെയും നശിപ്പിക്കാതെ, ഒന്നിനെയും തകർക്കാതെ. കാരണം ഓരോ ചെറിയ അണുവിൻ്റെ സാന്നിധ്യവും പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക്, മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഒന്നിനെ ഇല്ലാതാക്കുമ്പോൾ, ഒന്നിനെ നശിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഇല്ലാതാകുന്നു. മനുഷ്യവാസം തന്നെ അസ്വസ്ഥതയിലേക്കും ആകുലതയിലേക്കും നീങ്ങിപ്പോവുകയാണ്. പ്രപഞ്ചത്തിൻ്റെ താളത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ആരോഗ്യവും ആത്മീയതയും ആയുസ്സും ഉണ്ടാവുകയാണ്. ദൈവം അതെല്ലാം നമുക്ക് തന്നിരിക്കുകയാണ് സമൃദ്ധിയിൽ. ഒന്നിനെയും നഷ്ടപ്പെടുത്തി കളയരുത്. പൗലോസ്ലീഹ പറയുന്നത് പോലെ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ യാത്ര. ഏദേൻ തോട്ടം നമ്മൾ ഒരിക്കലും മറക്കരുത്. സൗഭാഗ്യത്തിൻ്റെ ഒരിടം, രോഗമില്ലാത്ത ഒരിടം, പാപമില്ലാത്ത ഒരിടം, സമൃദ്ധിയുടെ സ്ഥലം, സുഭിക്ഷമായി ആദവും ഹവ്വായും ജീവിച്ച സ്ഥലം. ചില ദുരാഗ്രഹങ്ങൾ, ചില സ്വാർത്ഥതകളൊക്കെ കടന്നു വന്നപ്പോൾ ആ പറുദീസ നരകതുല്യമായി മാറി. പാപം കടന്നുകൂടി, രോഗം കടന്നുകൂടി. ആ പറുദീസയിൽ നിന്നും അവർ പുറത്തായി. ആ ഏദേൻ തോട്ടം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലൂടെ നമുക്കും നൽകിയിരിക്കുന്നത്. കാത്തു സൂക്ഷിക്കണം, പാപമില്ലാതെ, രോഗമില്ലാതെ, തകരാതെ, പതറാതെ. ആ ഉത്തരവാദിത്വം ഏറ്റുവാങ്ങി നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രപഞ്ചത്തിൻ്റെ താളലയങ്ങൾ ആത്മാവിൻ്റെ സംഗീതമായി രൂപപ്പെടട്ടെ. അത് ശരീരത്തിൻ്റെ ആരോഗ്യമായി മാറട്ടെ, മനസ്സിൻ്റെ ശാന്തിയായി തീരട്ടെ. പ്രാർത്ഥിക്കാം.
നിന്നെ സ്തുതിക്കാം. താളമറിയില്ല നിനക്ക് പാടാം. ആത്മനിശ്വാസമാകും എൻ്റെ ഈ ഗദ്ഗതങ്ങൾ കോർത്തെടുത്തു തീർക്കാമൊരു രാഗമാലിക. രാഗമാലിക രാഗമറിയില്ല നിന്നെ സ്തുതിക്കാൻ. താളമറിയില്ല നിനക്കായി പാടാം. ആത്മനിശ്വാസമാകും എൻ്റെ ഈ ഗദ്ഗതങ്ങൾ കോർത്തെടുത്തു തീർക്കാമൊരു രാഗമാലിക. രാഗമാലിക രാഗമറിയില്ല നിന്നെ സ്തുതിക്കാൻ. കഥനത്തിൻ കാറ്റിലെൻ്റെ മൺചിരാതണയുമ്പോഴും ഏകാന്തയാമങ്ങളിൽ ഏകനായി കേഴുമ്പോഴും കഥനത്തിൻ കാറ്റിലെൻ്റെ മൺചിരാതണയുമ്പോഴും ഏകാന്തയാമങ്ങളിൽ ഏകനായി കേഴുമ്പോഴും സാന്ത്വനത്തിൻ തെന്നലായി യേശുവെൻ്റെ കൂടെയുണ്ട്. സാന്ത്വനത്തിൻ തെന്നലായി യേശുവെൻ്റെ കൂടെയുണ്ട്. കൺമണി പോൽ കാത്തിടുന്ന സ്നേഹിതനായി കൂടെയുണ്ട്. രാഗമറിയില്ല നിന്നെ സ്തുതിക്കാൻ. താളമറിയില്ല നിനക്കായി പാടാം. സരി ധരി ധനി ധനിത സനി ധനി ദബ മദബ സരി ദബ മഗരി സരി ഗമ പദ പദാനി ദബ ധനി സരി ഗ ഗരി ധനി ധ നി ധനി ധനി സനി ദബ ധ ദബ മഗരി സരി ഗമ ബ മഗരി സ സരി ഗമ ബ മഗമ ബ പദനി സരി ധനി ധനി. അകലെ എൻ്റെ ആശാദീപം കടലിൽ മുങ്ങിത്താഴുമ്പോഴും മോഹമാം മണിച്ചെപ്പുകൾ തിരകൾ വന്നു കവരുമ്പോഴും അകലെ എൻ്റെ ആശാദീപം കടലിൽ മുങ്ങിത്താഴുമ്പോഴും മോഹമാം മണിച്ചെപ്പുകൾ തിരകൾ വന്നു കവരുമ്പോഴും എനിക്കെന്നും ആശ്വാസമായി യേശു എൻ്റെ ചാരയുണ്ട്. കരുതലോടെ എന്നും
കൈപിടിച്ചു കൂടെയുണ്ട്. എനിക്കെന്നും ആശ്വാസമായി യേശു എൻ്റെ ചാരയുണ്ട്. കരുതലോടെ എന്നും എൻ്റെ കൈപിടിച്ചു കൂടെയുണ്ട്. രാഗമറിയില്ല നിന്നെ സ്തുതിക്കാൻ, താളമറിയില്ല നിനക്കായി പാടാൻ. തപ്തനിശ്വാസമാകും എൻ്റെ ഈ ഗദ്ഗതങ്ങൾ കോർത്തെടുത്തു തീർക്കാമൊരു രാഗമാലിക, രാഗമാലിക. രാഗമറിയില്ല നിന്നെ സ്തുതിക്കാൻ, താളമറിയില്ല നിനക്കായി പാടാ. ദൈവം എന്നും എപ്പോഴും നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്നു. പച്ചയായ പുൽത്തകിടുകളിലേക്ക് അവിടുന്ന് തന്നെ നയിക്കുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് തന്നെ നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രകൃതിയുടെ നിശബ്ദതയിലേക്ക്, പ്രകൃതിയുടെ ശാന്തതയിലേക്ക് വഴി നടത്തുന്ന ദൈവത്തെ തള്ളിക്കളയുന്ന ആധുനിക ജീവിതത്തിലാണ്, ആധുനിക ലോകത്തിലാണ് നാം. ലോകങ്ങളുടെയും ടാറിൻ്റെയും സിമൻറ്റിൻ്റെയും ഒന്നും കൂട്ടുകളിൽ മുങ്ങിത്താഴാനുള്ളതല്ല മനുഷ്യജീവിതം. പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനുള്ളതാണ്. ഇൻ്റർനെറ്റിൻ്റെയും വിവരസാങ്കേതിക വിദ്യകളുടെയും വലിയ സ്വൈരക്കേടിൽ പഴയകാലത്തെ ജ്ഞാനികളുടെ ശബ്ദം മുങ്ങിപ്പോവുകയാണ്. വചനം ആഴത്തിൽ ധ്യാനിക്കാൻ എനിക്ക് കഴിയാതെ പോവുകയാണ്. ഡിജിറ്റൽ ലോകം, അതിൻ്റെ അമിതമായിട്ടുള്ള സ്വാധീനം വിവേകത്തോടെ ജീവിക്കുന്നതിൽ നിന്നും ആഴമായി ചിന്തിക്കുന്നതിൽ നിന്നും മനുഷ്യനെ തടയുകയാണ്. ഉദാരമായ സ്നേഹമില്ലാത്ത ഒരു ലോകം. ഇൻ്റർനെറ്റിലൂടെ ഞാൻ ചിലരെയൊക്കെ പരിചയപ്പെടുന്നു. എനിക്കിഷ്ടമുള്ളവരെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു, അല്ലാത്തവരെ തള്ളിക്കളയുന്നു. തെരഞ്ഞെടുപ്പുകളുടെ ഒരു ലോകമാണ്. വേർതിരിക്കലിൻ്റെ ഒരു കാലമാണ്. പാലങ്ങളല്ല, മതിലുകൾ പണിയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ലോകം. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാം. പ്രകൃതിയുടെ സ്വച്ഛന്തമായ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടെ ആഴമുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും. ദൈവാനുഭവത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. അവിടെ രോഗമില്ല, പാപമില്ല, തകർച്ചയില്ല, തളർച്ചയില്ല. ഇന്നോ രോഗവും പാപങ്ങളും തകർച്ചയും തളർച്ചയും. ഒന്നിനോടും ഹൃദയപൂർവകമായ
ബന്ധമില്ലാതെ പോകുന്ന അവസ്ഥ. ഉപയോഗിക്കുക, തള്ളിക്കളയുക, വസ്തുവാണെങ്കിലും വ്യക്തികളാണെങ്കിലും. ക്രിസ്തുവിൽ നിന്ന് നാം ഒരുപാട് അകന്നു പോകുന്നു. പ്രകൃതിയിൽ നിന്നും നാം ഒരുപാട് അകന്നു പോകുന്നു. ചേർന്ന് നിൽക്കാം, കാരണം ഒന്നായിരിക്കലിലാണ് ആത്മീയത, കൂടിച്ചേരുന്നതിലാണ് സൗഖ്യം. ദൈവത്തോടും പ്രകൃതിയോടും സഹോദരങ്ങളോടും ഒക്കെ കൂടിച്ചേർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് പോലെ പ്രകൃതിയുടെ ആത്മീയത സ്വന്തമാക്കി ജ്ഞാനികളുടെ ശബ്ദം കേട്ട് ദൈവവചനം ആഴത്തിൽ ധ്യാനിച്ച് പ്രപഞ്ചത്തിൻ്റെ സ്വച്ഛമായ തലങ്ങളിൽ വചനവുമായി പോയിരിക്കാൻ പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ. അങ്ങനെ ഫ്രാൻസിസ് അസീസിയുടെ ചിന്തകളോട് ചേർന്ന്, മാർപ്പാപ്പായുടെ ചിന്തകളോട് ചേർന്ന് നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. ശാന്തമായിരിക്കാം, സ്വസ്ഥതയോടെ ജീവിക്കാം, ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൽ മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവനെന്നെ നയിക്കുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻ വടിവേൽ. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻ വടിവേൽ. എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു, എന്നുടെ വൈരികളിൻ നടുവിൽ. എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു, എന്നുടെ വൈരികളിൻ നടുവിൽ. ശിരസിനെ എന്നും തൃക്കൈകളിൽ അഭിഷേകം ചെയ്യുന്നു. എന്നുടെ പാന പാത്രമിതെന്നും നിറഞ്ഞിടുന്നു തൻ കരുണയാലേ. നന്മയും കരുണയും എന്നായുസിൽ പിന്തുടർന്നിടുന്നു.
യഹോവതൻ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമാ. യഹോവതൻ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിന്റെ ബലം. പ്രാണനെ തണുപ്പിക്കുന്ന നീതിയുടെ പാതയിലൂടെ നമ്മളെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തെ, ക്രിസ്തു സ്നേഹത്തെ നമ്മൾ വാഴ്ത്തിപ്പാടി ഇനി ശാന്തമായി ജീവിച്ച് മുന്നേറുക. പക്ഷേ പലപ്പോഴും എനിക്കതിന് കഴിയുന്നില്ല. എത്ര പെട്ടെന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ദേഷ്യപ്പെടുക. എന്തേ ഞാൻ ഇത്ര പെട്ടെന്ന് അലോസരപ്പെടാനുള്ള കാരണം? എവിടെയൊക്കെയോ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിന്നും അവൻ്റെ വചന ധ്യാനത്തിൽ നിന്നും ഞാൻ ഒരുപാട് അകലെയാണ്. അതുകൊണ്ടൊരു നിമിഷം പ്രപഞ്ചത്തിൻ്റെ നിശബ്ദതയോട് ചേർന്ന് വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് ധ്യാനിച്ചെടുക്കാം. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ധ്യാനാത്മകമായി കടന്നു ചെല്ലുമ്പോഴാണ് ജീവിക്കുവാനുള്ള നിയമങ്ങൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരിക. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും എന്നൊക്കെ ക്രിസ്തു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഒരു അന്വേഷണത്തിനായി ഇറങ്ങുക, ഒരു ദൈവാന്വേഷണത്തിനായി, ഒരു കണ്ടെത്തലിനായി, ഒരു പുതുജീവിതത്തിനായി നമുക്ക് ശ്രമിക്കാം. ഇടയനായ കർത്താവ് കൂടെയുണ്ട് എന്ന് കരുതാം. അവൻ നമ്മളെ നയിക്കുന്നത് ശാന്തതയിലേക്കാണ്. വചനം മറന്നു പോകരുത്. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിന്റെ ബലം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൽ മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു.